ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരാ. അതാരും അറിയില്ലടോ, അതാരും അറിയില്ലടോ. പടച്ചവനെ, ഏതാണ് ആ നന്മ എന്നറിയുമോ? പാതിരാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോ അതാ നിന്റെ നാട്ടുകാര് മുഴുവനും കിടന്നുറങ്ങുകയാണ്, നിന്റെ മക്കൾ ഉറങ്ങുകയാണ്, നിന്റെ ഭാര്യ ഉറങ്ങുകയാണ്. അങ്ങനെ എല്ലാവരും കിടന്നുറങ്ങുമ്പോ ആ പാതിരാത്രി 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റിട്ട് നിനക്കൊരു 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുമോ വാപ്പാ? ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുമോ ചെറുപ്പക്കാരാ? ആരും അറിയില്ലടാ മോനെ. 5 വഖത്ത് പള്ളിയിൽ പോയി ഫർള് നിസ്കരിക്കാൻ എല്ലാവർക്കും പറ്റും, എല്ലാവർക്കും 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കാൻ കഴിയും. എന്നാ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കണോ? രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കണോ? എല്ലാവർക്കും പറ്റൂല, എല്ലാവർക്കും പറ്റൂല. അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മമാരെ, ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാ. അല്ലാഹ് ഇഷ്ടപ്പെടുന്നവർക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റൂ. ഒരാളെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ അതിന്റെ അടയാളമാണ് തഹജ്ജുദ് നിസ്കാരം, രാത്രിയിൽ എഴുന്നേറ്റിട്ടുള്ള നിസ്കാരം. തതജാഫാ ജുനൂബുഹും അനിൽ മളാജി. പടച്ചവനെ, നിങ്ങൾക്കറിയുമോ, നിങ്ങൾക്കറിയുമോ തഹജ്ജുദ് നിസ്കാരത്തിന്റെ പ്രതിഫലം എന്താ? ആ രാത്രി നിസ്കാരത്തിന്റെ പ്രതിഫലം എന്താ? എന്റെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹയാണ് പറഞ്ഞത്, അല്ലാഹയാണ് പറഞ്ഞത്. ആ തഹജ്ജുദ് നിസ്കാരത്തിന്റെ പ്രതിഫലം കണ്ടാ നിന്റെ കണ്ണുകൊണ്ട് പോലും നിന്റെ കണ്ണ് തള്ളിപ്പോകുന്ന പ്രതിഫലമാ. തതജാഫാ ജുനൂബുഹും അനിൽ മളാജി വയദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ആ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലം, ആ പ്രതിഫലം കാണുമ്പോ നിന്റെ കണ്ണ് തെള്ളുകയാണ്. ഒരിക്കലും നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത പ്രതിഫലമാണ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, നീ നിസ്കരിക്കുന്നത് പറയാതെ നിന്റെ ഭാര്യ അറിയൂല, നിന്റെ ഭർത്താവ് അറിയില്ല, നിങ്ങളുടെ മാതാപിതാക്കൾ അറിയില്ല. അത് പടച്ചവനെ പരസ്യമായി ചെയ്യുന്ന ഒരു അമലല്ല, നിന്റെ വീടിനകത്തിരുന്ന് ചെയ്യുന്ന ഒരു അമല. അത് ചെയ്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം ഒന്ന്, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതിന്റെ അടയാളമാണ് രാത്രിയിലെ നിസ്കാരം. 2, ആ സമയത്ത് ദുആയിക്ക് ഇജാബത്തുണ്ട്. ഉസ്താദേ, പ്രയാസമാ, ദുഃഖമാ, ദുരിതമാ, വീടില്ല, കച്ചവടമില്ല, രോഗമാണ്, പ്രയാസമാണ്, പ്രതിസന്ധിയാണ്, ദുആ സ്വീകരിക്കണോ? ദുആ സ്വീകരിക്കണോ? 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് പടച്ച റബ്ബ് ചോദിക്കുകയാ. ആരാ ചോദിക്കുന്നത്? ആരാ ചോദിക്കുന്നത്? ചോദിക്കുന്നവന് ഞാൻ തരാമെന്ന് പറഞ്ഞ് 1-ാം ആകാശത്തിലേക്ക് പടച്ച റബ്ബ് വന്നിരിക്കുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ ദുആയിക്ക് ഇജാബത്തുള്ള സമയമാണ്. 3 സഹോദരാ, അതിന്റെ പ്രതിഫലം എന്താണെന്ന് എനിക്കറിയില്ല. അതിന്റെ പ്രതിഫലം എന്താണ്? അല്ലാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോഴേ അറിയൂ. അല്ലാഹു തന്നെ പറഞ്ഞത്, അതിന്റെ പ്രതിഫലം കാണുമ്പോ നിന്റെ കണ്ണ് തെള്ളുമെന്നാണ്. 3, അതാ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മുഖതുമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, പടച്ചവനെ മലദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, ഇതുപോലെ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് ജനങ്ങൾ മുഴുവനും പേടിച്ച് വിറച്ചുകൊണ്ട് തലതാഴ്ത്തി പിടിച്ചുകൊണ്ട് കടന്നു വരുന്ന അള്ളാന്റെ കോടതിയുണ്ടല്ലോ.
സ്വഹാബ, രണ്ട് വിഭാഗം ജനങ്ങളുടെ തല ഉയർന്നു നിൽക്കും സ്വഹാബ. രണ്ട് വിഭാഗം ആൾക്കാരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ. അവര് തല ഉയർത്തിയാണ് കടന്നു വരുന്നത്. എല്ലാവരും തല താഴ്ത്തി നിൽക്കുന്ന ദിവസമുണ്ടല്ലോ, അന്ന് തല ഉയർത്തി പിടിച്ചു വരുന്ന രണ്ട് വിഭാഗമുണ്ട്. ആരാ നബിയേ, ആരാ നബിയേ? നിബിതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? വാപ്പാ രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിച്ചത് ആരും അറിഞ്ഞിട്ടില്ല. നിന്റെ മക്കൾ അറിഞ്ഞില്ല, നിന്റെ ഭാര്യ അറിഞ്ഞില്ല, നിന്റെ കുടുംബക്കാരറിഞ്ഞില്ല, നിന്റെ കൂട്ടുകാരറിഞ്ഞില്ല. തഹജ്ജുദ് നിസ്കരിക്കുന്ന കാര്യം അല്ലാഹനല്ലാതെ വേറെ ആർക്കും അറിയില്ല. അതുകൊണ്ട് മോനെ, അതിന്റെ പ്രതിഫലം ആഖിറത്തിലാ, അതിന്റെ പ്രതിഫലം ആഖിറത്തിലാ. നാളെ പരലോകത്തേക്ക് വരുമ്പോ നിന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കും. 5 നേരം, ഇന്ന് 5 നേരം നിസ്കരിച്ചവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഇന്ന് 5 വഖത്ത് നിസ്കരിച്ചവരെന്ന് കൈപൊക്കടോ. ആലോചിക്കുന്നു പടച്ചവനെ. നിസ്കരിച്ചവർ അള്ളാഹു നിലനിർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നിലനിർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. തഹജ്ജുദ് നിസ്കരിച്ചവരെന്ന് കൈപൊക്കിക്കേ. കണ്ടോ കണ്ടോ? 10 പേര്. ഇതാ ഞാൻ പറഞ്ഞത്. എടാ, 5 നേരം നിസ്കരിക്കാൻ എല്ലാവർക്കും പറ്റും. ആ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കണമെങ്കിൽ അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്കേ കഴിയൂ. അള്ളാഹു നിലനിർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇതാ പറഞ്ഞത്. ഈ നിസ്കരിക്കുന്നത് ആരെ അറിയൂ? നീയും അള്ളാഹും മാത്രമേ അറിയൂ. ഇല്ലെങ്കിൽ നീ ആരോടെങ്കിലും പറയണം. അപ്പൊ ഈ നിസ്കാരത്തിന്റെ പ്രതിഫലം നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും. അതിലെ ഒരു വിഭാഗം തഹജ്ജുദ് നിസ്കരിക്കുന്നവരാ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ നാളെ പരലോകത്ത് വരുമ്പോ തല ഉയർത്തി വരും. 4 നാളെ വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ പോകും. അല്ലാഹു പറയുന്നുണ്ട് ഖുർആൻ, നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യൻ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകും. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇൻഷാ അല്ലാഹ് നാളെ മുതൽ തഹജ്ജുദ് നിസ്കരിക്കാൻ നിയ്യത്ത് ചെയ്യ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിസ്കരിച്ചൂടെ? ഇൻഷാ അല്ലാഹ്ക്ക് പ്രതിഫലമുണ്ട്. നിസ്കരിച്ചില്ലെങ്കിലും ഇൻഷാ അല്ലാഹ്ക്ക് പ്രതിഫലമുണ്ട്. ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞ് അൽഹംദുലില്ലാഹ്. കഴിവിന്റെ പരമാവധി നിസ്കരിക്ക്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചിലര് ചിരിക്കുന്നുണ്ട്. ഫറലെങ്കിലും നിസ്കരിച്ചാ മതിയായിരുന്നു ഉസ്താദ്, ഇല്ലേ? ഫറലെങ്കിലും നിസ്കരിച്ചാ മതിയായിരുന്നു. അല്ലാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിനക്ക് എന്തെല്ലാം നന്മകൾ ചെയ്യാൻ കഴിയുമോ ആ നന്മകൾ നീ ചെയ്യ്. 5 നേരം നിസ്കരിക്ക്. 5 നേരം നിസ്കരിക്ക്. അൽഹംദുലില്ലാഹ്. സുന്നത്തുകൾ നിസ്കരിക്ക്. നിന്നെ കൊണ്ട് കഴിയുന്ന സദഖകൾ കൊടുക്ക്. നിന്നെ കൊണ്ട് കഴിയുന്ന ദിക്റുകൾ നീ ചെയ്യ്. ആരും അറിയാത്ത നന്മകൾ ചെയ്യാൻ നീ തീരുമാനിക്ക്. രഹസ്യമായിട്ടുള്ള നന്മകൾ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. എല്ലാവർക്കും 33 വയസ്സാണ്. ആണിനും പെണ്ണിനും 33 വയസ്സാണ്. അവിടെ കറുത്തവരില്ല, ഇരുനിറമുള്ളവരില്ല, വെളുത്തവരില്ല. എല്ലാവർക്കും ഒരേ ഒരു ഗ്ലാമറാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യമാണ്. അങ്ങനെ സ്വർഗത്തിലെ പടച്ചവനെ ഇഷ്ടമുള്ളത് തിന്നാം, കുടിക്കാം, ആസ്വദിക്കാം, സുഖിക്കാം, നടക്കാം. പടച്ചവനെ കഷ്ടപ്പാടില്ല, ജോലിയില്ല, നിസ്കാരമില്ല, ദുആയില്ല, ദിക്റില്ല, സദഖയില്ല, വഅലില്ല, മജ്ലിസില്ല. എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അങ്ങനെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ ജനങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ സ്വർഗത്തിലൂടെ ആസ്വദിച്ചു കൊണ്ട് നടക്കുമ്പോ വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുകയാണ്. സ്വർഗത്തിലൂടെ ആസ്വദിച്ച് നടക്കുന്ന ജനങ്ങളോട് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുന്നു, ജനങ്ങളെ അതുരീദൂന ശൈആ, നിങ്ങൾ
നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുമ്പോ സ്വർഗവാസികൾ പറയുന്നു അൽഹംദുലില്ലാഹ്, പടച്ചവനെ അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്കൊന്നും വേണ്ട പടച്ചവന്. അതാ സ്വർഗവാസികൾ അവിടെ നിന്നുകൊണ്ട് സലാം അവിടെ നിന്ന് അൽഹംദുലില്ലാഹ് പറയുകയാ. എന്തിനാണ് സ്വർഗവാസികൾ അൽഹംദുലില്ലാഹ് പറയുന്നത്? നബി തങ്ങൾ പറയുകയാണ്, സ്വർഗവാസികൾ പടച്ചവനോട് പറയുന്നു, അല്ലാഹ് അലമ തബയ്യദ വുജൂഹനാ, പടച്ചവനെ നാം പരലോകത്തേക്ക് കടന്നു വന്നപ്പോൾ ജനങ്ങൾ മുഴുവനും പേടിച്ച് വിറച്ചിട്ട് അതാ നിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ആ ഏറ്റവും വലിയ ശർറായ ഭയാനകമായ മഹ്ശറയുണ്ടല്ലോ, ആ മഹ്ശറയിലെ പടച്ചവനെ നീ എന്റെ മുഖത്ത് പ്രകാശം തന്നവനാ അല്ലാഹ്, എന്റെ മുഖത്തൊരു സന്തോഷം തന്നവനാ അല്ലാഹ്. ജനങ്ങൾ മുഴുവനും പേടിച്ച് വിറച്ച് നിൽക്കുന്ന പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ, അതാ ചെമ്പിന്റെ തറയിലാണ്, ഉടുതുണിയില്ല, അതാ തലയുടെ ഒരു ചാണ് മുകളിൽ ഇങ്ങനെ പടച്ചവനെ കത്തിജ്വലിക്കുന്ന ആ സൂര്യനുണ്ടല്ലോ, അതാ 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിലാണ് ഇന്ന് സൂര്യൻ നിൽക്കുന്നത്. ആ സൂര്യൻ അസ്തമിച്ചിട്ട് 10:15 എനിക്ക് ചൂടെടുക്കുകയാണ്, എനിക്കും നിങ്ങൾക്കും ശരീരം വിയർക്കുകയാണ്, സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. എല്ലാവരും പറയുന്നത് ഉസ്താദേ വല്ലാത്ത ചൂടാണ്, വല്ലാത്ത ചൂടാണ്, രാത്രി പോലും വീടിനകത്ത് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല, വല്ലാത്ത ചൂടെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, ആരാണടാ മോനെ ചൂടെന്ന് പറഞ്ഞത്? ഇതൊക്കെ ഒരു ചൂടാണോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ചൂടുള്ള നാളുണ്ട്, കിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തോ ഹാലാ ചൂള, വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണ് മൂള, അമലൊന്നുമില്ല തങ്ങു ചെന്നാ കോള. ഉമ്മ ചോറ് വെക്കുന്നത് കണ്ടിട്ടില്ലേ? ആ കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ചിട്ട് കലത്തിന്റെ മുകളിലൂടെ പുറത്തേക്ക് വരുന്നത് പോലെ മനുഷ്യന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, ആ തലച്ചോറ് തിളച്ചിട്ട് അതാ തലയുടെ മുഖത്തിലൂടെ ഒഴുകുന്ന ദിവസമാണ് മസ്സറ. ആ ഭയാനകമായ ദിവസത്തില് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീ. ജന്മം കൊടുത്ത പിതാവോ കൂടപ്പറപ്പോ മക്കളോ ഭാര്യയോ ഒരാട് പോലും തിരിഞ്ഞു നോക്കാത്ത ഭയാനകമായ പരലോകമുണ്ടല്ലോ. ആ പരലോകത്ത് എന്റെ മുഖത്ത് നീ സന്തോഷം തന്നവനാണ് പടച്ചവന്. അല്ലാഹുവേ, കണ്ണുകൊണ്ട് കണ്ടത് പാപമാ, ചെവി കൊണ്ട് കേട്ടത് പാപമാ, നാവ് കൊണ്ട് പറയുന്നത് പാപമാ, കൈ കൊണ്ട് പിടിക്കുന്നത് പാപമാ, കാലുകൊണ്ട് നടക്കുന്നത് പാപത്തിലേക്കാ, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പാപമാ. ഒരു ദിവസം ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് പോലും കണക്കമില്ലാത്ത, കണക്കെടുക്കാൻ കഴിയാത്ത മഹാപാപിയായ ഞാന് നരകത്തിന്റെ അടിയിൽ കിടന്ന് കരിയണ്ടവനാ അല്ലാഹ്. ഞാൻ നരകത്തിന്റെ അവകാശിയാ അല്ലാഹ്. എന്നിട്ടും പടച്ചറപ്പേ, എന്നെ നീ രക്ഷപ്പെടുത്തിയല്ലോ അല്ലാഹ്. ആ നരകത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയല്ലോ പടച്ചവന്. ജനങ്ങൾ പറയുന്നു, നാഥാ, സ്വർഗത്തിന്റെ പരിമളം 500 വർഷത്തെ വഴിദൂരം വരെ അടിച്ചു വീശുമെന്നാണ്. ആ സ്വർഗത്തിന്റെ പരിമളം പോലും ശ്വസിക്കാൻ അർഹതയില്ലാത്ത എനിക്ക് പടച്ചവന് നിന്റെ ഔദാര്യം കൊണ്ട് നീ എനിക്ക് സ്വർഗം തന്നല്ലോ അല്ലാഹ്.
അമ്പിയാക്കളും ഔലിയാക്കളും ആരിഫീങ്ങളും സുഹദാക്കളും സ്വഹാബത്തും താബീങ്ങളും തബഉ താബീങ്ങളും ഇമാമുമാര് ഔലിയാക്കന്മാര് സയ്യിദന്മാര് പണ്ഡിതന്മാര് ഹാഫിളീങ്ങള് ആലിമീങ്ങള് ആബിദീങ്ങള് സ്വാലിഹീങ്ങള് നീ ഇഷ്ടപ്പെട്ടവര് മാത്രം കിടക്കുന്ന നിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് കിടക്കാ നീ എനിക്ക് അനുവാദം തന്നല്ല റബ്ബേ. അത് മതിയല്ലാ, അത് മതിയല്ലാ എന്ന് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് സ്വർഗവാസികൾ പറയുമ്പോ അല്ലാഹു പിന്നെയും ചോദിക്കുകയാ, നിനക്ക് എന്തെങ്കിലും വേണോ? എന്ത് വേണമെങ്കിലും ചോദിച്ചോ, എന്ത് വേണമെങ്കിലും ചോദിച്ചോ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പറയുമ്പോ സ്വർഗവാസികൾ പറയുന്നു, അല്ലാ ഒരേ ഒരാഗ്രഹമുണ്ട് പടച്ചവന്, ഒരേ ഒരാഗ്രഹമുണ്ട് പടച്ചവന്. എന്താണ് ഞങ്ങളുടെ ആഗ്രഹമെന്നറിയുമോ? ഞങ്ങള് വാപ്പാനെ കണ്ടവരാണ്, ഉമ്മാനെ കണ്ടവരാണ്, കൂടപ്പിറപ്പുകളെ കണ്ടവരാണ്, കുടുംബക്കാരെ കണ്ടവരാണ്, ഭാര്യ സന്താനങ്ങളെ കണ്ടവരാണ്. പടച്ചവനെ ദുനിയാവ് കണ്ടവരാണ്, ദുനിയാവിലെ ആഡംബരങ്ങൾ കണ്ടവരാണ്, അസ്റായിലിനെ കണ്ടവരാണ്, ഖബർ കണ്ടവരാണ്, സിറാത്ത് കണ്ടവരാണ്, മീസാന കണ്ടവരാണ്, സ്വർഗം കണ്ടവരാണ്, നരകം കണ്ടവരാണ്, മലക്കുകളെ കണ്ടവരാണ്. 1,24,000 പരം വരുന്ന പ്രവാചകന്മാര് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടുറപ്പ്, എല്ലാം ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു നാഥാ. എന്നാൽ പടച്ചവനെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോൾ ജനങ്ങളിലധികം പേരും അവരുടെ ദൈവങ്ങളെ കണ്ടുകൊണ്ട് ആരാധിച്ചവരാണ്. പടച്ചവനെ കൈയില്ലാത്ത, കണ്ണില്ലാത്ത, കാലില്ലാത്ത, ശരീരമില്ലാത്ത നീ എങ്ങനെയാണ് ഇരിക്കുന്നത് പോലും ഞങ്ങൾക്കറിയില്ല അല്ലാ. പടച്ചവനെ എന്നിട്ടും നിന്നെ ഞങ്ങൾ ആരാധിച്ചവരാ തമ്പുരാന്, നിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തവരാണ് തമ്പുരാന്. പടച്ച റബ്ബേ ഇന്നുവരെ നിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല നാഥാ. നിന്നെ കാണണം പടച്ചവന്, നിന്നെ ഞങ്ങൾക്കൊന്ന് കാണണം തമ്പുരാന്. നിന്നെ കാണാനാണ് ഈ സ്വർഗത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നത്. അതുകൊണ്ട് നിന്നെ ഞങ്ങൾക്ക് കാണണം പടച്ചവന്, നിന്റെ ലിഖാ കാണണം പടച്ചവന്. അങ്ങനെ ജനങ്ങൾ മുഴുവനും നാളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് പറയുമ്പോ അതാ ഒരു ശബ്ദം കേൾക്കുകയാ, അതാ ഒരു ശബ്ദം കേൾക്കുകയാ. എല്ലാവരും അവരുടെ തല ഇങ്ങനെ ഉയർത്തുകയാണ്. ആ സമയത്ത് ഫയർഫഉൽ ഹിജാബ്, പടച്ച റബ്ബ് അല്ലാഹു അങ്ങ് മറയെടുത്ത് മാറ്റുകയാ. അല്ലാഹു തന്റെ മറയെടുത്ത് അങ്ങ് മാറ്റുകയാണ്. ഫയൻദുറൂന ഇലാ വജ്ഹില്ലാ, ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, ആ അല്ലാഹുവിനെ എല്ലാവരും അങ്ങ് കാണുകയാ. ആ പടച്ച റബ്ബിനെ എല്ലാവരും അവിടെ നിന്ന് കാണുകയാ. ഉജൂഹി യൗമഇദിൻ നാദിറാ ഇലാ റബ്ബിഹാ നാദിറാ. ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞല്ലോ, ഇന്നകും സതറൗന റബ്ബകും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദ്രി. ആകാശത്ത് 14-ാം രാവിൽ ആകാശത്തേക്ക് നോക്കിയാൽ പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെ നമ്മുടെ ഇതേ കണ്ണുകൊണ്ട്, നമ്മുടെ ഇതേ കണ്ണുകൊണ്ട് ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കാണുകയാ, അല്ലാഹുവിനെ കാണുകയാണ്. അല്ലാഹു പറയുന്നു, അസ്സലാമു അലൈക്കും യാ അഖിലൽ ജന്ന. അല്ലാഹ് നാളെ
സലാം പറയുമടോ, അല്ല നമ്മളോട് സലാം പറയുമടോ. അല്ലാഹുവിന്റെ പ്രവാചകം തന്റെ സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ, സ്വർഗത്തിൽ ഒരു അടിമയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം അത് പടച്ച റബ്ബിന്റെ ലിഖാ കാണലാ, അല്ലാഹുവിനെ കാണലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിൽ പോകുമ്പോ, സ്വർഗത്തിലൂടെ പോകുന്ന ഒരു മനുഷ്യനോട് അല്ലാഹു ചോദിക്കണ്ട, ചങ്ങാതി ഒക്കെ വല്ലതും വേണമെങ്കിൽ നീ ചോദിക്ക്, എന്തെങ്കിലും ആഗ്രഹമുണ്ടാ? ഒന്നുമില്ല പടച്ചോനെ. അല്ലാഹുവേ, നീ പരലോകത്ത് വന്നപ്പോ എല്ലാവരും പേടിച്ചു വിറച്ച് തലതാഴ്ത്തിയിരുന്ന ദിവസം നീ എന്റെ മുഖത്ത് സന്തോഷം തന്നു. ഞാൻ നരകത്തിന്റെ അവകാശിയ, എന്നെ അതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് കയറാൻ അനുവാദമില്ലാത്ത, അർഹതയില്ലാത്ത എനിക്ക് നീ സ്വർഗം തന്നു പടച്ചവനെ. ഇത് മതി അല്ലാ, എനിക്ക് ഇതിനേക്കാളും എന്താ വേണ്ട പടച്ചവൻ? അൽഹംദുലില്ലാ. അല്ല പിന്നെയും ചോദിക്കുന്നു, നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക്, എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക്. ആ സമയത്ത് പറയുന്നു, പടച്ചവനെ, ഉപ്പയെ കണ്ടു, ഉമ്മയെ കണ്ടു, കൂടപ്പുറപ്പിനെ കണ്ടു, മക്കളെ കണ്ടു, ഭാര്യയെ കണ്ടു, ദുനിയാവ് കണ്ടു, അസ്രായിലിനെ കണ്ടു, ഖബറ് കണ്ടു, മലക്കുകളെ കണ്ടു, മഹ്ശറ കണ്ടു, സിറാത്ത് കണ്ടു, മീസാൻ കണ്ടു, പ്രവാചകന്മാരെ കണ്ടു, സ്വർഗം കണ്ടു, നരകം കണ്ടു, എല്ലാരെയും ഞാൻ കണ്ടു പടച്ചവനെ. നിന്നെ ഇതുവരെ കണ്ടില്ല അല്ലാ. പടച്ചവനെ, നിന്നെ കാണാൻ വേണ്ടിയാ ഞാൻ ജീവിച്ചത്. ഈ സ്വർഗത്തിൽ വന്നതുപോലും നിന്നെ കാണാൻ വേണ്ടിയാ പടച്ചവനെ. നിന്നെ എനിക്കൊന്ന് കാണണം തമ്പുരാനെ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ മറയെടുത്തു മാറ്റും. എല്ലാവരും അല്ലാഹുവിനെ കാണും. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ഉറക്കപ്പറ പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അപ്പൊ ഇങ്ങനെ നടന്നാ കാണാൻ പറ്റുമോ? നമ്മൾ ഇപ്പൊ ജീവിക്കുന്നത് പോലെ ജീവിച്ച അള്ളാനെ കാണാൻ പറ്റുമോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഒന്ന് എഴുന്നേറ്റ് എല്ലാരും. എന്റെ കസേര ഒന്ന് മുമ്പോട്ട് കയറ്റിയിട്ട് എല്ലാരും. എനിക്ക് കൊറോണ ഒന്നുമില്ല, ഇങ്ങോട്ട് കയറ്റിയിട്. ഒന്ന് മുമ്പോട്ട് കയറ്റിയിടോ. നിങ്ങൾക്ക് മലയാളം മനസ്സിലാവണില്ലേ? ആ മതി, അവിടെ മതി, ക്യാമറയുടെ ഫ്രണ്ട് വരെ മതി. ആ എല്ലാരും മുമ്പോട്ട് കസേര നീക്കിയിട്ടെ. സഹോദരൻ ആലോചിക്കുക, നീക്കണോ വേണ്ടയോ എന്ന്. ഇത് നിയമസഭ, രാജ്യസഭ സീറ്റൊന്നും അല്ലല്ലോ. കേറിയിരുന്ന ഇൻഷാ അല്ലാഹ് എല്ലാരും ഫ്രണ്ടിലോട്ട് കയറിക്കുക. അൽഹംദുലില്ലാഹ്. സഹോദര, തിരിഞ്ഞു നോക്കണ്ട, ആരും വരത്തില്ല കൂടെ, സ്വന്തം കാര്യം നോക്ക്. എല്ലാരും തിരിഞ്ഞു നോക്കുന്നത് ഒരാളോടൊരു നന്മ പറയുമ്പോ നമ്മൾ ആരാണ് കേറിയിരിക്കുന്നത്, നമുക്ക് കേറിയിരിക്കാന്നല്ല. ഇരിക്കും ഇൻഷാ അല്ലാഹ്. ഒന്ന് മുന്നോട്ട് കയറിക്കോ. ചങ്ങാതി, ഇനി ആരും ഇങ്ങോട്ട് കയറാനില്ലല്ലോ സ്റ്റേജില്. നിങ്ങൾ ആരെങ്കിലും ഇറങ്ങി പോകുന്നവരുണ്ടോ? ഇനിയിപ്പോ ആരും ഇറങ്ങി പോകാൻ വേണ്ട, ആരും കയറാൻ വേണ്ട. മുന്നോട്ട് കയറിക്കുക എല്ലാരും. അൽഹംദുലില്ലാഹ്. ആ പുറത്തേക്കണ ചങ്ങായിമാരൊക്കെ കയറിയിരിക്കുക. നിങ്ങൾ ആരും ഇരിക്കണില്ലേ? പോയിരിക്കുക ചങ്ങായിമാര്. ബക്കറ്റ് പിരിവുണ്ടോ? അവസാനം എടുത്താ പോരെ? അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. കസേര സെന്ററിൽ നിൽക്കുന്നവര് കസേര ഇട്ടിട്ടാ. ഈ സെന്ററിൽ ഇരിക്കേണ്ടവര് കസേര എടുത്ത് സെന്ററിൽ കയറി ഇരുന്നോണം. ഇനി ആരും ഇറങ്ങി പോകാനില്ല, വഴി അടഞ്ഞു. അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു തരുമാറാകട്ടെ. അവിടെ ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിസ് സഈർ. ഒന്ന് സ്വർഗത്തിന്റെ അവകാശി, രണ്ട് നരകത്തിന്റെ അവകാശി. ഇവിടെ ഇപ്പൊ സ്വർഗത്തിന്റെ അവകാശികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആരും പോണ്ടെന്ന് പറഞ്ഞ് കേറിയിരിക്ക്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹുവിനെ കാണണം. അള്ളാനെ കാണണമെങ്കിൽ ഇങ്ങനെ നടന്നാ പറ്റുവോ? പറ, പറ്റുവോ? നിങ്ങൾ എന്താ പറ മനുഷ്യന്മാരെ, പറ്റുവോ? നമ്മൾ ഇപ്പൊ ജീവിക്കുന്നത് പോലെ ജീവിച്ച അള്ളാനെ കാണാൻ പറ്റുവോ? നമ്മൾ നരകത്തിന്റെ അടിവല്ലവും പോയി കിടന്ന് ശൈത്താനെ കാണാനേ പറ്റത്തുള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ സ്വഭാവവും നമ്മളുടെ ജീവിതവും നമ്മുടെ പ്രവർത്തനങ്ങളും വെച്ച് നോക്കിയാൽ സ്വർഗത്തിൽ പോകാനല്ല, നമ്മൾ നരകത്തിൽ പോകാനുള്ള പ്രവർത്തനമായി ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ പിന്നെ സ്വർഗത്തിൽ പോകാനുള്ള വഴി എന്താ? അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള വഴി എന്താ? ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികളാണ് നമ്മൾ നോക്കേണ്ടത്. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അപ്പൊ അങ്ങോട്ട് പോകാനുള്ള ചില വഴികൾ ഞാൻ പറഞ്ഞു തരാം. ഒന്ന് പൊക്കൂടെ? ഇൻഷാ അല്ലാഹ് പറ. അള്ളാഹുവെ, ആരാണോ ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നത്, ആ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. അപ്പൊ വേണമെന്ന് വെച്ചാ ചക്ക, ഒരു പഴഞ്ചൊല്ലില്ലേ ഇവിടെ? അങ്ങനെയല്ല, വേണോന്ന് വെച്ചാ അപ്പൊ പറ്റും നമുക്ക്. അള്ളാഹു നമ്മുടെ ഈ ശബ്ദം നിലനിർത്തി തരുമാറാകട്ടെ.
അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. പുറത്തു നിന്ന് കാല് കിടക്കുമ്പോഴെങ്കിലും കയറിയിരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു അവർക്കും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ പോകാനുള്ള വഴി എന്താ? അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള വഴി എന്താണ്? ആ പടച്ച റബ്ബിനെ കണ്ടുമുട്ടാനുള്ള വഴി എന്താണ്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞു തരികയാണ്. നാളെ പടച്ച റബ്ബിനെ കണ്ടുമുട്ടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അതിന് അള്ളാഹു തന്നെ പറഞ്ഞു തരുന്ന വഴി എന്തെന്നറിയുമോ? അള്ളാഹും അവന്റെ പ്രവാചകനും നമ്മളോട് പറഞ്ഞു തരികയാണ്. അങ്ങോട്ട് ചെന്ന് അള്ളാഹനെ കണ്ടുമുട്ടാനുള്ള വഴി എന്താണ്? ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? വമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഒന്നാമതായി പറഞ്ഞു തരികയാണ്. ആർക്കാണ് സ്വർഗത്തിൽ പോകേണ്ടത്? ആർക്കാണ് പടച്ച റബ്ബിനെ കണ്ടുമുട്ടേണ്ടത്? അല്ലാഹനെ കാണാൻ ആഗ്രഹമുള്ളവരോട് പടച്ച റബ്ബ് പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താ? വമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹാ. അല്ലാഹു പറയുകയാണ്, നീ നല്ല കാര്യങ്ങൾ ചെയ്യണേ. നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന നന്മകൾ നീ ചെയ്യണേ. നിസ്കരിക്കുക, നോമ്പ് പിടിക്ക്, ഖുർആൻ ഓത്, സദഖ കൊടുക്ക്, ദിക്ർ പറയ്. എന്തെല്ലാം നന്മകൾ നിനക്ക് ചെയ്യാൻ കഴിയുമോ, കഴിവിന്റെ പരമാവധി നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യ്. നല്ല കാര്യങ്ങൾ ചെയ്താ നിനക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ ഈ സദസ്സിലിരിക്കുന്ന പലരും ചിന്തിക്കുകയാണ്, എന്തായാലും എനിക്കതിനുള്ള ഭാഗ്യം കിട്ടുമല്ലോ, എന്തായാലും എനിക്കതിനുള്ള ഭാഗ്യം കിട്ടുമല്ലോ. കാരണം ഞാൻ ഒരുപാട് നന്മ ചെയ്യുന്നവനാണ്, ഞാൻ ഒരുപാട് നിസ്കരിക്കുന്നവനാണ്, ഞാൻ ഒരുപാട് സദഖ കൊടുക്കുന്നവനാണ്, ഞാൻ ഒരുപാട് ദിക്റുകൾ പറയുന്നവനാണ്, ഒരുപാട് നന്മകൾ എനിക്കുണ്ടെന്ന് ഞാനും നിങ്ങളും കരുതുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ ചെയ്ത അല്ലാഹു സ്വീകരിച്ചെന്ന് ഉറപ്പുള്ള ഒരേ ഒരു നന്മ, നീ ഒരുപാട് നന്മ ചെയ്തവനാണ്, പക്ഷേ നിനക്ക് ഉറപ്പ് പറയാൻ കഴിയുമോ, നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ നീ ചെയ്ത ഒരു നന്മ, ഒരു റക്അത്ത് നിസ്കാരമാകട്ടെ, നീ പറഞ്ഞ ഒരു ദിക്റാകട്ടെ, നീ കൊടുത്ത ഒരു സദഖയാകട്ടെ, നീ ചെയ്ത ഏതെങ്കിലും ഒരു നന്മ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് െന്ന് പറയാൻ നമ്മളിൽ ആർക്കാ കഴിയുക? പടച്ചവനെ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് നിസ്കരിക്കുന്നവരാ. നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു നന്മ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ധൈര്യമായിട്ട് പറയാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയുമോ? ഇവിടെ നമ്മൾ ഒരുപാട് നന്മ ചെയ്യുന്നവരാ, നിസ്കരിക്കും. നമ്മളൊക്കെ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ ഇന്ന ആഴത്തെ ഇനിയും കുൽഹുവല്ലയും എനിക്ക് ഏറ്റവും നമ്മൾ ഓതുന്ന സൂറത്ത്, ഏറ്റവും ചെറിയ സൂറത്ത്, 2 മിനിറ്റ് കൊണ്ട് കാക്ക കൊത്തണത് പോലെ കുത്തിയിട്ട് നിസ്കരിക്കും. എന്നാ 4 പേര് കാണാനുണ്ടെങ്കിലോ സുബ്ഹാനല്ലാഹ്, എന്തൊരു ഖൗഫാണെന്നറിയും നമ്മുടെ നിസ്കാരം. ഇവിടെ നമ്മൾ എന്ത് ചെയ്താലും, നോമ്പ് പിടിച്ച നാട്ടുകാർക്കറിയാം, എന്തേ നീ ക്ഷീണിച്ചു പോയത്? അത് ഞാൻ എപ്പോഴും തിങ്കളും വ്യാഴവും ഓർമ്മ വെച്ച കാലം മുതൽ നോമ്പാ, അതാ ഇങ്ങനെ, അത് പോയി. എന്റെ പൊന്നാര ചങ്ങാതി, എന്തേ മുഖമൊക്കെ വാടിയിരിക്കുന്നത്? 3 മണിക്ക് ഞാൻ എഴുന്നേക്കും, പിന്നെ സുബഹി വരെ ഞാൻ ഉറങ്ങത്തില്ല, തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആൻ ഓതിയിരിക്കും, അത് പോയി. പിന്നെ സദഖ, പൈസ ചോദിച്ചാൽ തരും, സ്റ്റേജിൽ കയറ്റി ഇരുത്തിയിട്ട് ചോദിക്കണം. അല്ലെങ്കിൽ ചോദിക്കുക, എന്റെ ഫോട്ടോ വെക്കുവോ, വാട്സപ്പിൽ കുടുംബ പേര് വരെ, അല്ലാതെ ഗേറ്റ് പോലും തുറക്കത്തില്ല വീടിന്റെ. ഇവിടെ ഹജ്ജ് ചെയ്ത ഹാജിയാക്കന്മാരുണ്ട്. ഞാൻ പറയാറുണ്ട്, 2001 പോയപ്പോ അങ്ങനെ ആയിരുന്നു, 2008 പോയപ്പോ ഇങ്ങനാണ്, 2015 പോയപ്പോ ഇവൻ 4 ഹജ്ജ് ചെയ്തെന്ന് പറയാനുള്ള വഴിയാ. നമ്മൾ എന്ത് നന്മ ചെയ്താലും അള്ളാഹ്ക്ക് അറിയത്തില്ല, നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഇവിടെ നമ്മുടെ ഏതെങ്കിലും ഒരു നന്മ അള്ളാഹുടെ മുമ്പിൽ എത്തണ്ടേ? ഇവിടെ സ്വർഗത്തിൽ പോകാൻ 1000 നന്മയൊന്നും വേണ്ട, ഒറ്റ നന്മ ചെയ്താൽ മതി. അതല്ലേ നബിതങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറ, നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ജീവിതത്തിൽ പറയേണ്ടതുപോലെ ഒറ്റവട്ടം പറഞ്ഞ അവൻ സ്വർഗത്തില. അത് മരിക്കുന്ന സമയത്ത് മാത്രമല്ല,
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരു മനുഷ്യൻ പറയേണ്ട രീതിയിൽ ഒറ്റ പ്രാവശ്യം പറഞ്ഞ അവൻ സ്വർഗത്തിൽ പോകുന്ന. എന്നാ നമ്മൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്. സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ ഒരു ദിക്റിന്റെ മഹത്വം മരണ വീട്ടിൽ പോയാ 70,000 എണ്ണം പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചടങ്ങ് തീർക്കാം തസ്ബീഹ് ഇട്ടിട്ട്. ഈ പറയുന്നവൻ അറിയോ അതിന്റെ അർത്ഥം എന്താണെന്ന്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നന്മ തിന്മ തൂക്കുന്ന മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് പറഞ്ഞു. നന്മ തിന്മ തൂക്കുന്ന മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് നബിതങ്ങൾ പറയുമ്പോ സഹാബികളോട് ചോദിച്ചു, ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിന്റെ വലുപ്പം എന്താണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിന്റെ വലുപ്പം നിങ്ങൾക്ക് അറിയുമോ? അറിയില്ല നബിയെ, പറഞ്ഞു തരട്ടെ. ബലാ യാ റസൂലല്ലാഹ്, ഒന്ന് പറഞ്ഞതാ നബിയെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിനകത്ത് ഈ കാണുന്ന ആകാശവും ഭൂമിയും വെച്ച് തൂക്കാൻ പറ്റുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിനകത്ത് ഈ കാണുന്ന ഭൂമിയും ആകാശവും വരെ എടുത്തു വെച്ച് തൂക്കാൻ പറ്റും. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ത്രാസ് ഈ വണ്ടി തൂക്കണ ത്രാസ. അതിനെക്കാളും വലുതൊന്നും കണ്ടിട്ടില്ല. ഈ കാണുന്ന ആകാശവും ഭൂമിയും വരെ എടുത്തു വെച്ച് തൂക്കാൻ പറ്റുന്ന ത്രാസാണ് ഞാനും നിങ്ങളും ചെയ്ത നന്മ തൂക്കുന്ന ത്രാസ്. സഹാബത്ത് കരയാൻ തുടങ്ങി. എന്തേ സഹാബ കരയുന്നത്? നബിയെ, അതിനകത്ത് ഞങ്ങളുടെ നന്മ എടുത്തു വെച്ച എന്തോ കാണും പടച്ചോനെ. കടലിന്ന് ഒരു തുള്ളി വെള്ളം എടുക്കണ പോലെ ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിനകത്ത് ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും ചെയ്ത നന്മ എടുത്തു വെച്ച ഒന്നും കാണില്ലല്ലോ നബിയെ. കരയുന്ന സഹാബത്തിനോട് നബിതങ്ങൾ ചോദിച്ചു, സഹാബ, അത് നിറയ്ക്കുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെ. ആ മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കാൻ പറ്റുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെ. എന്താ നബിയെ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് മീസാനിനെ നിറയ്ക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പറയേണ്ട രീതിയിൽ നീ പറ. അത് ചുമ്മാതെ പറയലല്ല, അത് പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ അത് മീസാനിനെ നിറയ്ക്കും. അത് പറയേണ്ട രീതിയിൽ നീ ഒരു വട്ടം പറഞ്ഞാൽ നീ സ്വർഗത്തിലും പോകും. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ.